പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ WWE യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന ബരോൺ കോർബിൻ ഇപ്പോൾ എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബരോൺ കോർബിനെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറയുകയാണെങ്കിൽ 3 മാസങ്ങൾക്ക് മുൻപ് WWE അവരുടെ കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് ചെയ്തു. ബരോൺ കോർബിൻ നിലവിൽ ഫ്രീ ഏജൻ്റ് ആയിട്ടുണ്ട്. ബരോൺ കോർബിനെ സംബന്ധിച്ച് നമുക്ക് ലേറ്റസ്റ്റായി അറിയാൻ സാധിച്ചത് AEWൻ്റെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഈ ഞായറാഴ്ചത്തെ വേൾഡ്സ് എൻഡ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൻ്റെ ബാക്ക് സ്റ്റേജിൽ ബരോൺ കോർബിൻ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ബരോൺ കോർബിൻ ആ ഒരു സമയത്തും നോൺ കോമ്പീറ്റ് ക്ലോസിൻ്റെ അണ്ടറിൽ ആയതുകൊണ്ട് തന്നെ AEWയിലോ മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിലോ ലൈവായി അപ്പിയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബാക്ക് സ്റ്റേജിൽ അപ്പിയർ ചെയ്തത്. എന്നാൽ നോൺ കോമ്പീറ്റ് ക്ലോസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബരോൺ കോർബിന് മറ്റൊരു റെസ്ലിംഗ് കമ്പനിയുമായി കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ സാധിക്കും. AEWൻ്റെ ബാക്ക് സ്റ്റേജിൽ അപ്പിയർ ചെയ്തത് കൊണ്ട് തന്നെ ബരോൺ കോർബിൻ AEW കോൺട്രാക്റ്റിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. AEWയിലേക്ക് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ബരോൺ കോർബിൻ TNA റെസ്ലിംഗിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നത് കാണാനാണ്. TNA റെസ്ലിംഗിൽ ബരോൺ കോർബിൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാൻ വരെ സാധ്യതയുണ്ട്. AEWയിൽ മിഡ് കാർഡ് ലെവലിനപ്പുറം പോകാൻ നിലവിലെ അവരുടെ റോസ്റ്റർ അനുസരിച്ച് ബരോൺ കോർബിനെ സാധിക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന AEWൻ്റെ ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജിൽ 2 മുൻ WWE താരങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഒന്ന് മുൻ റിംഗ് അനൗൺസറായ സമന്ത എർവിൻ ആണ്, റിക്കഷയുടെ ഭാര്യ. അപ്പോൾ റിക്കഷ AEWയിലാണ് നിലവിലുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സമന്ത WWE കരിയറിൽ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ വർഷം താരം കമ്പനി വിടുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. AEWയിലേക്കായിരിക്കും കൂടുമാറാൻ പോകുന്നത്. അതിന് പിറകിൽ ചരട് വലിച്ചത് റിക്കഷ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നുവെന്നുണ്ടെങ്കിലും ഇരുവരും അത് തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ ബാക്ക് സ്റ്റേജിൽ ഇന്നത്തെ ഡൈനാമൈറ്റിൽ അപ്പിയർ ചെയ്തത് കൊണ്ട് തന്നെ സമന്ത AEWയിലേക്ക് കൂടുമാറും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു താരം WWE ഹോൾ ഓഫ് ഫെയിമറും മുൻ ഡിവാസ് ചാമ്പ്യനുമായ ബെത്ത് ഫിനിക്സ് ആണ്. WWE ഹോൾ ഓഫ് ഫെയിമറായ എഡ്ജ് ഇപ്പോൾ AEWയിൽ വർക്ക് ചെയ്യുന്ന കോപ്ലാൻഡ് എന്ന റെസ്ലറിൻ്റെ ഭാര്യ, ആ ഒരു വ്യക്തിയും ഇന്നത്തെ ഡൈനാമൈറ്റിൻ്റെ ബാക്ക് സ്റ്റേജിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ താരം വന്നത് മിക്കവാറും ആദം കോപ്ലാൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിൽ ആദം കോപ്ലാൻഡിൻ്റെ മത്സരമാണ് മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആദം കോപ്ലാൻഡ് എന്ന മുൻ WWE താരത്തെ സംബന്ധിച്ച് പങ്കുവെക്കുകയാണെങ്കിൽ ആദം കോപ്ലാൻഡിനെ സംബന്ധിച്ച് ബിഗ് അപ്ഡേറ്റ് ആണ് പങ്കുവെക്കാനുള്ളത്. ഡൈനാമൈറ്റ് എപ്പിസോഡിലെ മെയിൻ ഇവൻറ്റിലെ 6 മാൻ ടാഗ് ടീം മത്സരത്തിന് മുൻപ് എല്ലാവരും എൻട്രൻസ് നടത്തുന്ന സമയത്ത് റേറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ കോപ്പ് എന്നുള്ള ഒരു നെയിം ചേഞ്ചിലേക്കും ആദം കോപ്ലാൻഡിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി AEWയിൽ റേറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ കോപ്പ്, അതായത് റേറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ എഡ്ജ് എന്ന് WWEയിൽ അറിയപ്പെട്ടതുപോലെ കോപ്പ് എന്നുള്ള ഒരു പേരാണ് നിലവിൽ ആദം കോപ്ലാൻഡിൻ്റെ ഒരു പേരിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പങ്കുവെക്കാനുള്ള മറ്റൊരു അപ്ഡേറ്റ്, ഈ 6 മാൻ ടാഗ് ടീം മത്സരത്തിൽ ആദം കോപ്ലാൻഡും FTR എന്ന് പറയുന്ന ടീമും അവർ ടീമായി കൊണ്ട് പരാജയപ്പെടുത്തിയത് നിലവിലെ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോൺ മോക്സ്ലിയുടെ ഡെത്ത് റൈഡേഴ്സ് എന്ന് പറയുന്ന ഫാക്ഷനെയാണ്. ജോൺ മോക്സ്ലി മത്സരത്തിൽ ഉണ്ടായിരുന്നു, എന്നിട്ടും ആദം കോപ്ലാൻഡിൻ്റെ ടീം വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജോൺ മോക്സ്ലിയുടെ നെക്സ്റ്റ് ടൈറ്റിൽ ഡിഫൻസ് കൺഫേം ആയിട്ടുണ്ട്. നമ്പർ 1 കണ്ടൻഡർ ആരായിരിക്കും എന്നുള്ളത്, ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും എന്നുള്ളത് അടുത്ത ഡൈനാമൈറ്റിലൂടെ അവർ കൺഫേം ചെയ്യും. അടുത്ത ഒരു ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്തിട്ടുള്ളത് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിലാണ്.